എൻ്റെ അതാ ബാബുസ്വാമി ബാബുസ്വാമി ഇല്ലേ, ഞാനതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു, അതൊക്കെ ചെയ്യണം. അപ്പം എന്താണ്, അതിനുള്ളൊരു നന്ദി കൂടി ഈ ബാബുസ്വാമിമാരോട് ഉണ്ടായിരിക്കണം. ആക്ഷേപിക്കൽ മാത്രമല്ല, അവർ ഉപജീവനമാണെങ്കിൽ അതിന് റെസ്പെക്റ്റ് ആണ് വേണം. ജ്ഞാനന്തനാഥൻ, ഇന്ന മുസ്ലിയാർ, ഇന്ന എന്താ ബാബ എന്നൊക്കെ ബാബ എന്നൊക്കെ പണ്ട് ക്രൈസ്തവ പുരോഹിതൻ ഇങ്ങനെയൊക്കെ പേരിട്ടാലേ സ്വാമിയാവുള്ളൂ. ആര് പറഞ്ഞു? ആരുണ്ടാക്കി? ശങ്കരാചാര്യയുടെ പേര് പോലെ ശങ്കരൻ, നാടൻ ഭാഷ പോലെ ശങ്കരൻ. നാരായണ ഗുരുദേവന്റെ പേര് നാരായണൻ, നാണൂന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് സ്വാമിയായിട്ട് അംഗീകരിക്കുന്നില്ലേ? എല്ലാവരിലും ഈശ്വര ചൈതന്യം ഉണ്ട്. എല്ലാവരും ഈശ്വരന്മാരാണെന്നുള്ളൊരു കോൺസെപ്റ്റ്, അതൊരു സിദ്ധാന്തമൊക്കെ നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് ചണ്ടാള ജയന്തിക്ക് നാഗസൈരന്ധ്രിയും ബാബുസ്വാമിയും ഒക്കെ ശരിക്കും ബാബ സ്വയം അപഹാസ്യപ്പെടുകയായിരുന്നില്ലേ? എന്തിത്? ഇവിടെ അമൃതാനന്ദമയുടെ പരിപാടിക്ക് വേണ്ടി സജിച്ചെറിയാൻ പോയിരുന്നു ഇല്ലേ? ഇത്രയും കാലം അവർ പറഞ്ഞത് എന്താ? ആൾ ദൈവം എന്നാ പറഞ്ഞത്. അവരെന്നെ പോകുന്ന വഴി ന്യായീകരിക്കും. സ്വാഭാവികമായിട്ട് അപഹാസ്യത ആർക്കും ഉണ്ടായില്ലല്ലോ. അപ്പൊ അമൃതാനന്ദമയ്ക്ക് ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ സൗകര്യമുള്ളതുകൊണ്ട് അവിടെ ആർക്കും പോയി നിൽക്കാം. ഈ ഭരണഘടന കുന്തം കുടസക്കർ എന്ന് പറഞ്ഞ സരിച്ചെറിയാൻ ഉള്ളതിനേക്കാൾ അഭിമാനവും മേന്മയും ഞാൻ നാഗയിൽ കാണുന്നു. മനസ്സിലായി? അപ്പൊ നാഗയ്ക്ക് എന്താ കുഴപ്പമുള്ളത്? നാഗേനെ ആരെങ്കിലും തെറി പറയുന്ന നേരത്ത് നാഗ തിരിച്ചു പറയുന്നുണ്ടായിരിക്കും. ആ കുട്ടി ആദ്യം തെറി പറയണ്ടേ? എൻ്റെ കൂടെ അന്നത്തെ വേദിയിൽ നിന്നാണ് ഞാൻ ആ കുട്ടീനെ ആദ്യമായിട്ട് കാണുന്നത്. ആ കുട്ടി എൻ്റെ കൂടെ അവിടെ ആ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സ്വാഭാവിക തെറി പറയുന്ന ആളാണെങ്കിൽ കുറെ ഇരുന്ന് ബോറടിക്കുമ്പോൾ എന്താ പറയാ? അപ്പൊ ഒരു മറ്റേ സിമ്പിൾ കഥാപ്രസംഗം സിമ്പിൾ അടിക്കുന്ന പോലെ തെറി ഇടും, ഉറപ്പാ. നമ്മളൊക്കെ കോളേജൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. പക്ഷെ മറിച്ച് നാഗ ഒരു വാക്ക് തെറി അവിടെ പറഞ്ഞ് ഞാൻ കേട്ടില്ല. അത് കൂളായിട്ട് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം, അങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ ഒരു കുഴപ്പവും ഞാൻ കണ്ടില്ല. പിന്നെ കോപേട്ടിന് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള കുട്ടി. പിന്നെ ആത്മീയത അളക്കേണ്ടത് വേഷഭൂഷാദികൾ കൊണ്ടോ അല്ലെങ്കിൽ അവരെ 10 ആൾക്കാർ അമ്മയെന്നോ അപ്പനെന്നോ വിളിക്കണമെന്നോ നോക്കിയിട്ടൊന്നുമല്ല. അവരുടെ ആത്മീയത ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ബോധ്യമാണ്. അവിടെയാണ് ഭഗവത്ഗീതയൊക്കെ നാഴികത്തോട്ടങ്ങനെ പാടുക. അപ്പോൾ ബാബുസ്വാമി ആൾക്കാരൊക്കെ പലരും കമന്റ് ചെയ്തൊക്കെ ചോദിക്കുന്നു, ട്രോളെന്നൊക്കെ ഞങ്ങളോട്. ഒരു സ്വാമിയുടെ പേരോ ബാബു, പിന്നെ സ്വാമിയുടെ പേര് എന്ത് പോപ്പാടണ്ടേ? സ്വാമിക്ക് ഇന്നാനന്തനാഥൻ, ഇന്ന മുസ്ലിയാർ, ഇന്ന എന്താ ബാബ എന്നൊക്കെ ബാബ എന്നൊക്കെ പണ്ട് ക്രൈസ്തവ പുരോഹിതൻ ഇങ്ങനെയൊക്കെ പേരിട്ടാലേ സ്വാമിയാവുള്ളൂ. ആര് പറഞ്ഞു? ആരുണ്ടാക്കി? ശങ്കരാചാര്യയുടെ പേര് പോലെ ശങ്കരൻ, നാടൻ ഭാഷ പോലെ ശങ്കരൻ. നാരായണ ഗുരുദേവന്റെ പേര് നാരായണൻ, നാണൂന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് സ്വാമിയായിട്ട് അംഗീകരിക്കുന്നില്ലേ? ബാബുസ്വാമി കോർപ്പറേഷനിൽ നല്ലൊരു പണിക്കാരനാണ്. അയാൾ ആ പണിയുണ്ട്. പിന്നെ അയാളുടെ വേഷഭൂഷ അയാൾ ഇഷ്ടമാണ്. ബാബു എന്ന പേര് അയാൾക്ക് അച്ഛനമ്മ ഇട്ടതാ. അയാളുടെ ഗുരുസമ്പ്രദായം എന്താ പറഞ്ഞു വെച്ചാൽ സിദ്ധപാരമ്പര്യ. ആ സമ്പ്രദായത്തിനനുസരിച്ചാൽ ഒരാളെ പേരെന്തിനാ അനുപമ. അപ്പൊ അനുപമ എന്നുള്ള പേരെന്തിനാ? ഞാൻ ഇപ്പൊ എങ്ങോട്ടെങ്കിലും നോക്കി എന്തെങ്കിലും പേര് വിളിച്ച് അനുപമ തിരിഞ്ഞു നോക്കോ? ഒരാളെ വിളിക്കാനുള്ള ഐഡന്റിറ്റിയാണ് അയാളെ പേരില്ലേ? അപ്പൊ അവരെ ഗുരു പറഞ്ഞെന്ന് വെച്ചാൽ ആ പേര് അച്ഛനമ്മട്ടേനും മദീന. അതാണ് ബാബുസ്വാമി. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 2 വ്യക്തികളോ അല്ലെങ്കിൽ അതുപോലുള്ള സന്യാസിമാരെ വിളിച്ചിരുത്തുമ്പോൾ അവരെ മാത്രമൊന്നുമല്ല. അപ്പൊ നമ്മൾ നാഗയ്ക്ക് മാല ഇട്ടു എന്നൊക്കെ പറയാം. എല്ലാവർക്കും മാല ഇട്ടതാ. നാഗയുടെ മാല മാത്രമേ അവിടെ കിടക്കുന്നുള്ളൂ. പിന്നെ അതായത് സർവദേശ സംഭാവന സദസ്സായിരുന്നു. സ്വാഭാവികമായിട്ട് നാഗയെ വിളിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. എന്തിനാ മാറ്റി നിർത്തുന്നത്? കയറ്റിയിരുത്തി. അതേ പറഞ്ഞത് ഭഗവത്ഗീത, വേദാന്തവും ഉപനിഷത്വവും ഖുറാനും ബൈബിളും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യേശുവിനെ മനസ്സിലാക്കുന്ന ആളുകൾ, യേശുവിന് വേണ്ടി സുവിശേഷം പറയുന്ന ആളുകൾ പോലും ഈ നാഗ വന്നിരിക്കുന്ന